ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നതാണ് ഈ ഭീമനെ. പക്ഷേ ഇതിന് മുകളിൽ കയറുന്നത് ഇതാദ്യമായിട്ടാണ്. ലൈറ്റ് ഹൗസ് അടയ്ക്കാൻ 10 മിനിറ്റിൽ താഴെ സമയമുള്ളപ്പോഴാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. 5 നിലകളിലായി 27 മീറ്ററോളം ഉയരമുള്ള ആ ലൈറ്റ് ഹൗസിന് മുകളിലേക്ക് കയറുന്നത് തടി കൊണ്ടുണ്ടാക്കിയ സ്പൈറൽ ഗോവണിയിലൂടെയാണ്. അത് വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. ഡ്രോൺ ദൃശ്യങ്ങളെല്ലാം സുലഭമായ ഇക്കാലത്ത് ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ലെങ്കിലും നേരിട്ട് കാണുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. കുറച്ചു നേരം ആ ദീപസ്തംഭത്തിന് മുകളിലിരുന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി. ലൈറ്റ് ഹൗസിൻ്റെ നടത്തിപ്പുകാരിയായ സുനിച്ചേച്ചിയെ പരിചയപ്പെട്ടു. താഴെ ആ കാണുന്നത് കപ്പലെടുത്തിരുന്ന കാലത്ത് ചരക്കുകളൊക്കെ സൂക്ഷിച്ചിരുന്ന പാണ്ഡികശാലകളെ പുതുക്കിയെടുത്തിരിക്കുന്നതാണ്. കടൽപ്പാലത്തിൻ്റെ ആകെയുള്ള ശേഷിപ്പായ തുരുമ്പ് തൂണുകൾ കടലിൽ കാണാം. വിളക്ക് തെളിക്കുന്നതിന് മുൻപായി സന്ദർശകരെ എല്ലാവരെയും താഴെ ഇറക്കണം. അത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ്. അങ്ങനെ 5:30 ഞാനും താഴേക്കിറങ്ങി. അടുത്ത തവണ വരുമ്പോൾ മകളെയും ഒപ്പം കൂട്ടണമെന്ന് സുനി ചേച്ചി പ്രത്യേകം പറഞ്ഞു. കാലുകൾ പിണക്കത്തിലാണ്, ഇനിയൊന്ന് വിശ്രമിക്കണം. അതുകൊണ്ട് വിളക്ക് തെളിയാൻ കാത്തുനിന്നില്ല. ഇനിയൊരിക്കലാവട്ടെ. ഏതായാലും കയറുന്ന അത്ര ശ്രമകരമല്ല താഴേക്കുള്ള ഇറക്കം.